ബഹുമാനികളെ, വാഖ്മലുൽ ഒസ്ലി കുളിയുടെ പരിപൂർണമായ രൂപമാണ് പറയുന്നത്. അൻ യൂളഅ മുസ്തൽഖിയൻ ഫി ഖമീസ്, മയ്യത്തിനെ ഒരു ഖമീസ് ഇട്ട് കൊടുത്തുകാണ്ട് മലർത്തിക്കടുത്ത്. റഖീഖിൻ, വളരെ നേർമ്മയായ നല്ലൊരു നീളം കുപ്പായം. കുളിപ്പിക്കാൻ പോവാണല്ലോ. ഇപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞത് ഔറത്തേക്ക് നോക്കൽ ഹറാമാണ് എന്നാ. ആ ഹറാമിനെ പരിഹരിക്കണമെങ്കിൽ നല്ല കുപ്പായിട്ട് കൊടുക്കണം. മേലെ തോർത്തുണ്ടിട്ടെടുത്ത് കാണ്ട് കുളിപ്പിക്കാൻ നിന്നാൽ എന്താവും? വെള്ളം ഒഴിക്കുമ്പോൾ ആ തോർത്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോവും. അപ്പോൾ ജീവിതത്തിൽ ഔറത്ത് തീരെ കാണിച്ചു കൊടുക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ അത് വല്ലാത്തൊരു അയബത്തർ തന്നെയാണ്, ഹറാമല്ലേ. അപ്പോൾ കുളിപ്പിക്കുന്ന ആൾ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. മാത്രമല്ല സുന്നത്ത് ഏതറിയോ? യുന്തബു അല്ല എന്തുറ ഒയറൽ ഔറത്തി, ഔറത്തല്ലാത്തോടത്തൊക്കെ നോക്കാതിരിക്കൽ സുന്നത്തുമാണ്. ഔറത്തേക്ക് നോക്കൽ ഹറാമാണ്. പുരുഷനാണെങ്കിൽ പൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. പൊക്കിളും മുട്ടും മറയണം. ഇനി ഔറത്തല്ലാത്ത ഭാഗം മേത്തൊക്കെ, മേല്, ഈ മുട്ടും കാലിൻ്റെ താഴ്ഭാഗം, അവിടേക്കൊക്കെ നോക്കാതിരിക്കുക എന്ന് സുന്നത്താണ്. ഇല്ലാ ബി ഖദ്രിൽ ഹാജ, ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. വഅല്ലാ യമസ്സഹു ഇല്ലാ ബി ഖിർഖത്തിൻ, കയ്യും എന്തായാലും ശീലക്കഷ്ണം ചുറ്റണം, ഗ്ലൗസ്. അത് ചുറ്റാതെ തൊടന്നെ വേണ്ട മയ്യത്തിന്. കയ്യുമ്മൽ എന്തായാലും ഗ്ലൗസ് ചുറ്റണം. വാപ്പയായാലും സ്വന്തം ഉമ്മയായാലും കയ്യുമ്മൽ എന്ത് വേണം? ശീലക്കഷ്ണം ചുറ്റണം. അപ്പോൾ ഖമീസ് ഇട്ട് കൊടുക്കണം എന്നാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തജ്ഹീസ് ഇവിടെ പറയുന്നുണ്ട്. തജ്ഹീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് പരിപാലനം. തഹഖഖത്ത് വഫാത്തുഹു, മുത്തുനബിയുടെ വഫാത്ത് ഉറപ്പിച്ചു. വന്തുഖിബത്ത് ഖലീഫത്തുഹു, ഖലീഫയെ തെരഞ്ഞെടുക്കപ്പെട്ടു. പകരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നേതൃത്വം ഏൽപ്പിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് പരിപാലനത്തിന് സ്വഹാബത്ത് തയ്യാറായി. ഫഗസലുഹു, തങ്ങളെ കുളിപ്പിച്ചു. വകഫനുഹു, തങ്ങളെ കഫൻ ചെയ്തു. വസല്ലു അലൈഹി, തങ്ങളെ മേൽ നിസ്കരിച്ചു. വദഫനുഹു, തങ്ങളെ മറമാടി. കുളിപ്പരയിൽ എത്ര ആളുകൾ വേണമെന്നാണ് പറയുന്നത്. വതവല്ല വസ്ലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുളി ഏറ്റെടുത്തു. ഫിഖ്ഹിലൂടെ പറയുന്നുണ്ട്, കുളിപ്പുരയിൽ ഉണ്ടാവേണ്ടവര് മയ്യത്തിനെ കുളിപ്പിക്കാൻ സജ്ജരായ ആളുകളെ കൂട്ടത്തിൽ ഒന്ന് വേണം, എന്ത്? ഒരു വലിയ വേണം. അഥവാ മയ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വേണം മേൽനോട്ടത്തിൽ. രണ്ടാമത്തെ ആൾ വൽ ഓസിലു, കുളിപ്പിക്കുന്ന ആൾ വേണം. മൂന്നാമത്തതും നാലാമത്തതും വമൻ യുഗീനുഹു, മയ്യത്തിനെ സഹായിക്കുന്നവർ വേണം. മയ്യത്തിനെ സഹായിക്കുന്ന രണ്ടാണ്. ഈ കുളിപ്പിക്കുന്ന ആളെ സഹായിക്കാൻ ഹെൽപ്പർമാർ. ഞാൻ ആളെ എണ്ണം പറഞ്ഞുതരാം. ആളുകളെ പേര് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിക്കാൻ ഏറ്റെടുത്തത് അലി റളിയല്ലാഹു അൻഹു ആണ്. എന്താ അലി റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കാനുള്ള കാരണം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അലി തങ്ങൾ എന്നെ കുളിപ്പിക്കണമെന്ന് മുത്തുനബി വസിയ്യത്ത് ചെയ്തിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങളോട് എന്നെ കുളിപ്പിക്കണം. വഖാല അലി റളിയല്ലാഹു അൻ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയാണ്, മരുവനാണല്ലോ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ വസിയ്യത്ത് ചെയ്തു, അല്ലാ യഗ്സിലഹു അഹദുൻ ഗൈരി, ഞാനല്ലാത്ത ഒരാളും മയ്യത്തിനെ കുളിപ്പിക്കരുത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിക്കാൻ അലി തങ്ങളെ ഏൽപ്പിച്ചിരുന്നു.
നമുക്കും ആണെങ്കിൽ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ മരിച്ചാലേ എന്നെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയൊക്കെ ചെയ്യാം. ഏൽപ്പിച്ചിരുന്നു. കാരണം എന്താ? ഫഇന്നഹു ലാ യറാ അഹദുൻ ഔറതി, എന്റെ ഔറത്ത് ഒരാളും കാണുകയില്ല. ഇല്ലാ തുമിസത്ത് ഐന, കണ്ടാൽ ഓലെ കണ്ണ് മായ്ക്കപ്പെടും. കാരണം എന്റെ കാഴ്ച പോകുന്നപ്പ. സുബ്ഹാനല്ലാഹ്. മുത്തുനബിന്റെ ഔറത്ത് ഒരാളും കാണൂല. സ്വന്തം ഭാര്യമാര് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔറത്ത് കണ്ടിട്ടില്ല എന്നാ. നബി തങ്ങൾ കുളിക്കുമ്പോഴൊക്കെ എങ്ങനെയാ സൂക്ഷ്മതയോടുകൂടെ കുളിക്കാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ കുറേ കാര്യം ചിന്തിക്കാണ്ട്. നമ്മളെ ഔറത്ത് മരിച്ചതിന് മുമ്പ് കണ്ടോലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. മരിച്ചതിന് ശേഷം പിന്നെ മൂടിച്ചോണ്ട് എന്ത് കാര്യ? അല്ലാഹു തആല പുറത്തരട്ടെ. പുതിയൊരു ജീവിതത്തിന് നമ്മൾ തുടക്കം കുറിക്കണം. ഔറത്തൊന്നും കാണിക്കാതെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലമൊന്നും മറച്ച് നല്ല റാഹത്തായിട്ട് ഇങ്ങനെ നടക്കണം എല്ലാവരും. അപ്പൊ കുളിപ്പിക്കാൻ ഏറ്റെടുത്തോല് പറഞ്ഞ് നിർത്തുകയാണ്. വസഅദഹു, അലി തങ്ങളെ സഹായിച്ചതാരറിയോ? അൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുത്തുനബിന്റെ അളാപ്പ. വബ്നാഹു, അടുത്ത ആള് സഹായിച്ചവരാരൊക്കെ? അബ്ബാസ് തങ്ങളെ സഹായിച്ചത് 2 മക്കളാണ്. ഒന്ന് ഫളൽ റളിയല്ലാഹു അൻ, 2 ഖുസം റളിയല്ലാഹു അൻ. മൗലയ, മുത്തുനബിന്റെ 2 അടിമകൾ ആരാ? ഉസാമ റളിയല്ലാഹു അൻ, ഷഖറാൻ റളിയല്ലാഹു അൻ. അപ്പൊ ഉസാമ, ഷഖറാൻ, ഖുസം, ഫളൽ, അബ്ബാസ്, ഇവരാണ് കുളിപ്പിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു ആണ് അത് ഏറ്റെടുത്ത ആള്. ഇൻഷാ അല്ലാഹ് കുറെ നീണ്ട പ്രശ്നമാണ്, നാളെ ബാക്കി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ കാര്യങ്ങളെപ്പോലെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അപ്പൊ കുപ്പായ ഇട്ട് കൊടുക്കണം. അവിടെ നിർത്തിയാണ്. കമീസിലാ കുളിപ്പിക്കേണ്ടത്. കമീസൊക്കെ തയ്യാറാക്കി വെക്കണം. കുളിപ്പിക്കാനുള്ള കമീസ് പ്രത്യേക കമീസാണ്. നമ്മൾ ഇടുന്ന കന്തൂറല്ല, അതിന് പ്രത്യേക കമീസ്. അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നാളെ പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർ-റഹ്മാനായ അല്ലാഹ്, പ്രഭാത സമയത്തുള്ള ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്. കുറേ ആൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഓല ഭാരങ്ങളൊക്കെയും അല്ലാഹുവേ അങ്ങയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു, സമർപ്പിക്കുന്നു. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. മുറാദുകളൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. രോഗികൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാഹ്. കർത്താടത്ത് കുഞ്ഞാപ്പാഖാനെ ആശുപത്രിയിൽ നിങ്ങൾ കൊണ്ടുപോന്നിട്ടുണ്ട്. അല്ലാഹ് ഖൈറ് കൊടുക്കണേ അല്ലാഹ്. ഖൈറായ കടത്തവും ഖൈറായ ജീവിതവും ഖൈറായ ശിഫയും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പള്ളിക്കാട്ടിൽ അന്തി ഉറങ്ങുന്ന എല്ലാ മയ്യത്തുകൾക്കും അപ്പുറം ഇപ്പുറം ഒക്കെ കിടക്കുന്ന എല്ലാ മയ്യത്തുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബറകത്ത് വല്ല അദാബുണ്ടെങ്കിൽ നീക്കിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബ ജീവിതങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള രോഗികൾക്ക്, ഭാര്യമാർ രോഗികളുണ്ട്, പല വേദനകളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് വിസയും ടിക്കറ്റും ഒക്കെ എടുത്തു വെച്ചവരും, മെഡിക്കലിന് പോയവരും, മെഡിക്കലിന് വന്നവരും, കഴിഞ്ഞു വന്നവരൊക്കെ നീ എല്ലാം ഖൈറാക്കി കൊടുക്കണേ അല്ലാഹ്. പള്ളിയുടെ പണി തകൃതിയിൽ നടക്കുന്നു. ഖൈറായ രൂപത്തിൽ അത് വേഗത്തിൽ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ബാക്കിയുള്ള പണികളും ഞങ്ങളുടെ നീ ഏറ്റെടുത്ത് സഹായിക്കണേ അല്ലാഹ്. അതിനുള്ള വഴികളൊക്കെ നീ തെളിയിച്ചു തരണേ അല്ലാഹ്. അതിനു വേണ്ടി ഉത്സാഹിക്കുന്നവർക്ക് ശാരീരിക സുഖം, മാനസിക സുഖം നൽകണേ അല്ലാഹ്. കുടുംബങ്ങളിൽ വിശ്രമിക്കുന്ന ഒരുപാട് കുഞ്ഞുമക്കൾ പനി പിടിച്ച്, മഞ്ഞപ്പിത്തം പിടിച്ച്, പല രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട്, പറയപ്പെട്ട ഓരോ മഹാന്മാരുടെയും ഹഖ് കൊണ്ട് നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഒക്കെ മൗത്ത് എവിടെ വെച്ചാണോ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം
تب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته